നമസ്കാരം. കേരളത്തിന് VS എന്തായിരുന്നുവെന്ന് തിരുവനന്തപുരം ദർബാർ ഹാൾ മുതൽ ആലപ്പുഴ വരെ മഴയോ വെയിലോ രാവോ പകലോ എന്ന് നോക്കാതെ കടൽ പോലെ ഒഴുകിയെത്ത ജനക്കൂട്ടം കാണിച്ചു തന്നു. ജനങ്ങൾക്ക് വേണ്ടി നിന്ന ജനനായകനാണ് VS എന്ന് ഓരോരുത്തരും പറയുന്നു. VSനെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ. അക്കൂട്ടത്തിൽ സാധാരണക്കാരും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാവരും ഉണ്ട്. മലയാളത്തിന്റെ മെഗാതാരം മമ്മൂട്ടി പ്രിയ സഖാവെന്നാണ് VSനെ ഓർക്കുന്നത്. നീതിയുടെ പോരാളിയായി അദ്ദേഹം ആരംഭിച്ച സമര ജീവിതം വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുവോളം തുടർന്നു. നാടിന്റെ നല്ല നാളെ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും VS എന്നും വലിയ ആവേശമാണ് എന്ന് മമ്മൂട്ടി പ്രതികരിച്ചു. അതെ, VS എന്നും ശബ്ദമുയർത്തിയിട്ടുള്ളത്, മുഷ്ടി ചുരുട്ടിയിട്ടുള്ളത് നാടിന്റെ നല്ല നാളേക്ക് വേണ്ടിയാണ്. ജനകീയ സമരങ്ങളിൽ VS എന്നും ശക്തമായ സാന്നിധ്യമായിരുന്നു. അതിലൊന്നാണ് പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ കൊക്കക്കോളയുടെ ബോട്ട്ലിംഗ് പ്ലാന്റിനെതിരെ നടന്ന സമരം. അന്ന് VS പ്രതിപക്ഷ നേതാവായിരുന്നു. പ്ലാച്ചിമട സമരമുഖത്ത് നേരിട്ടെത്തിയാണ് VS പിന്തുണ പ്രഖ്യാപിച്ചത്. കൊക്കക്കോളയ്ക്ക് എതിരെയുള്ള VSന്റെ ഈ നിലപാട് പക്ഷേ മമ്മൂട്ടിക്ക് വരുത്തിയത് 2 കോടിയുടെ നഷ്ടമാണ്. അല്ലെങ്കിൽ VSന്റെ വാക്കുകളുടെ പേരിൽ മമ്മൂട്ടി 2 കോടി വേണ്ടെന്ന് വെച്ചെന്നും പറയാം. അന്ന് സൂപ്പർ താരമായ മമ്മൂട്ടിയെ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള നീക്കം കൊക്കക്കോള നടത്തിയിരുന്നു. 2 കോടി രൂപയാണ് മമ്മൂട്ടിക്ക് കമ്പനി ഓഫർ ചെയ്തതെന്നാണ് അന്ന് വാർത്തകൾ വന്നത്. 2004 ഈ സംഭവം. അന്ന് 2 കോടി രൂപ പ്രതിഫലം എന്നത് വമ്പൻ ഓഫറാണ്. ഒരു പരസ്യ താരമാകാൻ തെന്നിന്ത്യയിലെ ഒരു സിനിമാ താരത്തിന് അന്ന് ഓഫർ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ തുകയാണെന്നും പറയപ്പെടുന്നു. എന്തായാലും മമ്മൂട്ടി ആ ഓഫർ സ്വീകരിച്ചു. സൂപ്പർ താരം തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി വരുന്നുവെന്ന പ്രഖ്യാപനം കൊക്കക്കോള കമ്പനി നടത്തുകയും ചെയ്തു. അന്ന് ഇടതുപക്ഷ ചാനലായ കൈരളിയുടെ ചെയർമാൻ കൂടിയാണ് ഇടതുപക്ഷ അനുഭാവിയായ മമ്മൂട്ടി. അദ്ദേഹം കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നു. തൊട്ടടുത്ത ദിവസം കോട്ടയം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്രതിപക്ഷ നേതാവായ VS മാധ്യമങ്ങളെ കാണുന്നതിനിടെ ഒരു മാധ്യമപ്രവർത്തകൻ ഇതേക്കുറിച്ച് VSനോട് ചോദിച്ചു. കൈരളി ചെയർമാനായ മമ്മൂട്ടി കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു ആ ചോദ്യം. ഒട്ടും ആലോചിക്കാതെ ഉടനടി VSന്റെ മറുപടി വന്നു. 2 കൂടി പറ്റില്ല. ഒന്നെങ്കിൽ മമ്മൂട്ടിക്ക് കൈരളിയുടെ ചെയർമാനായി തുടരാം, അല്ലെങ്കിൽ കൊക്കക്കോളയുടെ അംബാസിഡർ ആകാം എന്നാണ് VS അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞത്. ജലചൂഷണവും പരിസ്ഥിതി നാശവും വരുത്തി പ്ലാച്ചിമടയിലെ ജീവിതം ദുരിതമാക്കിയ ഒരു കമ്പനിയെ എങ്ങനെയാണ് ഇടതുപക്ഷ ചാനലിന്റെ ചെയർമാൻ പ്രതിനിധീകരിക്കുക എന്ന കാര്യത്തിൽ VSന് സംശയമേ ഇല്ലായിരുന്നു. എന്തായാലും തൊട്ടുപിറകെ കൊക്കക്കോളയുടെ അംബാസിഡർ ആകുന്നു എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മമ്മൂട്ടി പിന്മാറുകയായിരുന്നു.